2-3 ചേരുവ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോഫി ഐസ്ക്രീം അല്ലെങ്കിൽ കോഫി പുഡിംഗ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിഷാണ്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്ത് ചൂട് പാല് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല റിച്ച് കോഫി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കട്ടയില്ലാതെ കലക്കി വെക്കുക. ഒരു ബൗളിൽ വിപ്പിംഗ് ക്രീം എടുക്കുക. അത് നന്നായിട്ട് പീക്സ് വരുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 400 ml വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഒന്നുകിൽ ഒരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ടിന്നിലേക്ക് ഒഴിച്ച് ഫ്രീസ് ചെയ്യണം. വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാവിലെ വരെ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ കോഫി മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിനി ഇതൊരു സ്ക്വയർ പേപ്പർ മോൾഡിലേക്കാണ് ഒഴിച്ച് അത് സെറ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്താൽ മതിയേ. ഒരു 10 മണിക്കൂറെങ്കിലും വെക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്ത് അൺമോൾഡ് ചെയ്തിട്ട് അതിലൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് വീണ്ടും കുറച്ചുകൂടെ സമയം വെച്ച് ഒരു 10 മണിക്കൂർ ടോട്ടൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വെക്കണമെന്നില്ല, ഒന്നിച്ച് തന്നെ 10 മണിക്കൂർ കൊടുത്താൽ മതി. ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസും അധികം ലെങ്തി പ്രോസസ്സൊന്നും ഇല്ലാത്ത ഡെസേർട്ടുകൾ കുറവായിരിക്കും അല്ലേ. നമ്മൾ ഫ്രീസറിൽ കുറച്ച് അധികം സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ കാരമൽ സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ കോഫി സോസോ എന്തെങ്കിലും ചേർത്തിട്ടാണിത് സെർവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നോക്കി എത്ര കറക്റ്റായിട്ടാണ് നമുക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടമാവും. എൻ്റെ ഓൺലൈൻ ഡെസേർട്ട് ക്ലാസ്സിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യണേ.